വരുന്നുണ്ട്. ജവാദ്, ആഗോള വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു പണിമുടക്ക് വിൻഡോസ് നടത്തുമ്പോൾ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് ലോകമെമ്പാടും? ആദ്യമായി തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കപ്പെടുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ വിൻഡോസുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുകളുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അറൗണ്ട് 80% ആളുകൾ വിൻഡോസ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ, അതുപോലുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ എന്നിവ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അത് ലോകത്തുള്ള 80% കമ്പ്യൂട്ടർ സർവീസുകൾക്കും ബാധിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഫാൽക്കൺ സെൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡ്രൈവർ അപ്ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത് മാൽവെയർ ഡിറ്റക്ഷൻ, അതേപോലെ തന്നെ ത്രെട്ട് ഡിറ്റക്ഷൻ എന്നീ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ളത്. അവരുടെ ഈ സർവീസിൽ അവർ വരുത്തിയ ഒരു മാറ്റം, ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മൈക്രോസോഫ്റ്റിൻ്റെ വിവിധ സർവീസുകളായിട്ടുള്ള മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ അസൂർ എന്ന് പറയുന്ന സർവർ, അതായത് മറ്റ് പല ആപ്ലിക്കേഷനുകളും റണ്ണ് ചെയ്യുന്ന സർവർ സർവീസുകൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളടക്കം ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷനുകൾ, അതുപോലെ തന്നെ വൺ ഡ്രൈവ് പോലുള്ള ഫയൽ സ്റ്റോറേജുകൾ, ഈ ഡിവൈസുകൾക്കൊക്കെ ഇതിനൊക്കെ ബാധിക്കുന്ന തരത്തിലായിരിക്കും, ഈ സർവീസുകൾക്കൊക്കെ ബാധിക്കുന്ന രൂപത്തിലായിരിക്കും ഈ ഇഷ്യൂസ് വരിക. എന്നാൽ നമുക്കറിയാം, ഒരുപാട് ആളുകൾ വിൻഡോസിൻ്റെ ഇന്ത്യയിൽ ഇത് സാരമായി ബാധിച്ചിട്ടില്ലാത്തതിൻ്റെ ഒരു കാരണം കൃത്യമായി അത് ആക്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇതിൻ്റെ ഒരു ആഘാതം കുറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇന്ത്യയിലും നമുക്കറിയാം ആ പേഴ്സൻറ്റേജ് തന്നെ ആളുകൾ വിൻഡോസ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് സൊല്യൂഷനുകൾ ടെക് വേൾഡിൽ നിന്ന് തന്നെ ആളുകൾ പറയുന്നുണ്ട്. ഡ്രൈവിൽ നിന്നും ഈ അപ്ഡേറ്റ് എടുത്ത് കളയാനും സേഫ് ബൂട്ട് ഓൺ ആക്കാനും. ജവാദ്, നമ്മളോടൊപ്പം IT വിദഗ്ധൻ വിനോദ് ഭട്ടതിരി കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഇവിടെ ഒരു സൈബർ സെക്യൂരിറ്റി പ്രശ്നം, പ്രതിസന്ധി വരുന്നു, ആഗോളമായി ബാധിക്കുന്ന ഒരു പ്രശ്നം. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ്. പക്ഷെ എങ്ങനെ പരിഹരിക്കപ്പെടും? ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവേ ഉള്ളൂ. അതായത് വിൻഡോസിന്റെ സൈഡിൽ നിന്ന്, അതായത് മൈക്രോസോഫ്റ്റിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇത് പരിഹരിക്കണം. അല്ലാതെ ഈ യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് പരിഹരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനു മുമ്പത്തെ സ്പീക്കർ പറഞ്ഞ പോലെ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് എടുത്തു കളയുക, ഫാൽക്കൺ സെക്യൂരിറ്റി അപ്ഡേറ്റ് എടുത്തു കളയുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ ആണെങ്കിലും അത് സാധാരണക്കാർക്ക് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അപ്പോൾ നമ്മൾ തൽക്കാലം ആത്മസംയമനം പാലിച്ച് ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരുപാട് സമയമോ ഒരുപാട് പണമോ അതിന്റെ മുകളിൽ ചെലവാക്കിയിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, നമ്മുടെ ബിൽഡിങ്ങിന്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റിക്കാരനെ നിർത്തുന്നതിന്റെ കാര്യം എന്താ? ആ സെക്യൂരിറ്റിക്കാരൻ പുറത്തുനിന്ന് വരുന്ന ഇഷ്യൂസും അങ്ങനെ വരുന്ന ആളുകളെയൊക്കെ, പ്രശ്നക്കാരായിട്ട് വരുന്ന ആളുകളെയൊക്കെ തടഞ്ഞ് ആ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ പിന്നെ ഇല്ലാതെയാക്കും. ഈ സെക്യൂരിറ്റിക്കാരൻ തന്നെ മദ്യപിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ, സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായത്. നമ്മുടെ കമ്പ്യൂട്ടറിൽ മറ്റുള്ള വൈറസ്, മാൽവെയറും അങ്ങനത്തെ ത്രെട്ടുകളൊക്കെ വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫാൽക്കൺ എന്നുള്ള അപ്ഡേറ്റ്, ഫാൽക്കൺ എന്നുള്ള സോഫ്റ്റ്വെയർ, അതൊരു മോഡ്യൂളാണ്, സോഫ്റ്റ്വെയർ മോഡ്യൂളാണ്. നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്യണതല്ല. വിൻഡോസ് അപ്ഡേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവണതാണ്. അതാണ് ഇപ്പൊ പ്രശ്നക്കാരനായത്. ശരി, നന്ദി ശ്രീ വിനോദ് പ്രതികരിച്ചതിന്.